കഴിഞ്ഞ വർഷമായാലും ഈ വർഷമായാലും മലയാളത്തിൽ ഒരു ആഴ്ചകളിൽ ഇറങ്ങുന്ന സിനിമകൾ ഒരു 10 സിനിമകളോളം ഇറങ്ങുന്നുണ്ട്. അത്തരം എല്ലാ സിനിമകളും തന്നെ പരാജയപ്പെട്ടു പോകുന്നൊരു പ്രവണത കണ്ടിരുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും മലയാളത്തിൽ ഇത്ര സിനിമകൾ വന്നിട്ട് ആളുകൾ തിയേറ്ററിൽ വരുന്നില്ല? അല്ല, നീ എണ്ണത്തിലൊരു കാര്യമില്ലല്ലോ. 1000 സിനിമ വന്നെന്ന് പറഞ്ഞിട്ട് ഒരു ഇൻഡസ്ട്രി വലുതാവില്ലല്ലോ. എത്ര മികച്ച സിനിമകൾ വന്നു എന്നുള്ളത് മാത്രമേ ഇൻഡസ്ട്രിക്ക് അത് ഗുണം ചെയ്യുകയോ, അല്ലെങ്കിൽ എല്ലാവരും മികച്ച സിനിമകൾക്ക് വേണ്ടിയിട്ട് തന്നെയായിരിക്കും ശ്രമിക്കുന്നത്. പക്ഷേ എങ്കിലും അതാണ് ഇപ്പം ഒരാഴ്ച 10 മോശം പടം വന്നാൽ തിയേറ്ററിൽ ചിലപ്പോൾ ആരും വരില്ല. ഒരൊറ്റ പടം വന്നുള്ള ഈ ആഴ്ച അത് നല്ല തോടാണെങ്കിൽ എല്ലാവരും വരും കാണാൻ. അപ്പം എണ്ണത്തിൽ അതൊരു ഫാക്ടറല്ലോ. എന്നാൽ പോലും ഒരു സിനിമ ചെയ്യുമ്പോൾ ഇപ്പൊ ദിലീഷ് ചേട്ടന്റെ ഒരു സിനിമ എടുത്താൽ പോലും ദിലീഷ് ചേട്ടന്റെ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, സിനിമ എടുത്താൽ അത്ര കെ ജോർജിന്റെ ഒക്കെ പറയുന്നുണ്ട്, ആർട്ട് എന്ന് പറയുന്നൊരു കല ഇനിയും സഞ്ചരിക്കും, ഇപ്പൊ പരാജയപ്പെട്ടാലും സഞ്ചരിക്കും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പൊ സിനിമ അത്തരം ആളുകളിലേക്ക് എത്തിക്കേണ്ട ഒരു ഇത് വ്യവസായ ഇതല്ലേ? അതെ, തീർച്ചയായിട്ടും ഉണ്ട്. അല്ല, അതിനകത്ത് എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ അതിന് സാധ്യമാകുന്ന ബഡ്ജറ്റിലായിരിക്കണം നമ്മൾ സിനിമ ചെയ്യേണ്ടത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനത്തെ സിനിമകൾ പറയുമ്പോൾ നമ്മൾ അതിന് സാധ്യമായിട്ടുള്ള ബഡ്ജറ്റിലേക്ക് സിനിമകൾ ചെയ്യാൻ ശ്രമിക്കുക. നമുക്കിപ്പോൾ ഇപ്പം ഞാനീ പറയുന്നത് കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള വിജയത്തെക്കുറിച്ച് മാത്രമാണ്. ഇപ്പം നമുക്ക് എന്റർടൈൻമെന്റ് വാല്യൂ ഉള്ള ഒരു സിനിമയിലൂടെ നമുക്ക് നല്ല ആശയം പറഞ്ഞുകൂടെ? അതിന് കുഴപ്പമുണ്ട്. എന്റർടൈൻമെന്റ് ഉണ്ട് എന്ന് കരുതി ഒരു നല്ല കണ്ടന്റ് ഇല്ലാണ്ടാവുന്നില്ലല്ലോ. നമുക്ക് അതാണ് അതിനകത്തെ കാര്യം എന്നാ തോന്നുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഓക്കെ.